അപ്പം ഇന്ന് മീൻകറിയും ചക്കക്കൂട്ടാനുമാണ് കേട്ടോ. വറക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. മീൻകറിയും ചക്കക്കൂട്ടാനും നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ അല്ലേ. അപ്പം അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു തരം നല്ല അടിപൊളി ഒരു ചക്ക കേട്ടോ, ഒരു മഞ്ഞ കളറ്, പക്ഷെ പഴുത്തതാ തോന്നുന്നുണ്ട് പെട്ടെന്ന് കണ്ടാൽ. പക്ഷെ നല്ല ടേസ്റ്റുള്ള ചക്കയെ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. ചക്കക്കൂട്ടാനും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലും ചക്ക ഉണ്ട്. ഇത് പുറത്തുനിന്ന് വേറെ വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ അവർ മൂത്തപ്പോൾ ഒരു കഷ്ണം കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഏട്ടൻ പോയി അത് വാങ്ങിക്കൊടുന്നു. ഞാനത് വിസിലടിച്ചിട്ട് കുക്കറിലാട്ടോ വേവിച്ചിട്ടുള്ളത്. അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ മീൻകറി ആവുകയാണ്. അപ്പോൾ പിന്നെ ഞാനത് അത് കുക്കറിലാണ്ട് അടിച്ചു. അങ്ങനെ നമ്മുടെ പൊടിയും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാൻ മീൻകറിക്കുള്ളതും വറക്കാനുള്ളതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വറക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വറക്കുള്ള മീനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വരച്ചിട്ട് അതിലേക്ക് മസാലയും കൂടിയും പുരട്ടാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ബാക്കി വീഡിയോ നമ്മളെ ലോങ് വീഡിയോയിൽ പോയി കാണണം എല്ലാവരും. പിന്നെ ഈ മീൻകറി വെക്കുമ്പോൾ നമ്മൾ പൂള അല്ലെങ്കിൽ ചക്കക്കൂട്ടാൻ ഇതൊക്കെ നല്ല രസമാട്ടോ അതിൽ പാർന്ന് കഴിക്കാൻ. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. പഴയ കാലത്ത് എല്ലാവർക്കും ഇതൊരു പ്രത്യേക ഇഷ്ടമാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ചക്കക്കൂട്ടാനും മീൻകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അലർജിയുള്ള പോലെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ചക്കക്കൂട്ടാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മീൻകറി പിന്നെയും കഴിക്കും, പക്ഷേ ചക്കക്കൂട്ടാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഏട്ടൻ ഇവിടെ ഇല്ല കേട്ടോ. ഏട്ടൻ പുറത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. എപ്പോഴേക്കാണ് വരിക എന്നൊന്നും അറിയില്ല. അപ്പം നമ്മളെ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, എനിക്കിതിൽ മീൻ വറക്കുക, മുട്ട ബുൾസൈ ഉണ്ടാക്കുക, അങ്ങനെയുള്ളതിലൊക്കെ നല്ല അടിപൊളി ചട്ടി കേട്ടത്. 350 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ചട്ടി. നമ്മുടെ സൈഡിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെ ഏട്ടൻ വാങ്ങിക്കൊടുന്നപ്പോൾ ഒരു അടിപൊളി ചട്ടിയാണിത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നമ്മളെ ഒരു കാര്യം നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, അടുക്കളപ്പണി പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ എങ്ങനെ വെച്ചാലും ഏട്ടൻ്റെ മീൻകറി ഏട്ടൻ്റെ അമ്മ വെച്ച പോലെ ആവുകയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഏട്ടന് നമ്മൾ പറയില്ലേ എപ്പോഴും നമ്മൾ പഴയ ഒരു അച്ഛനും അമ്മയും ഉണ്ടാക്കി തന്ന സംഭവം നമ്മുടെ വായിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ പഴയ ആ രുചി എൻ്റെ വായിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് ഏട്ടൻ്റെ അമ്മ വെച്ച ഭക്ഷണം. ഏട്ടന് ഇപ്പോഴും ഓരോന്ന് നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും ഏട്ടൻ പറയും ഇതുപോലെ ആയിരുന്നില്ല അമ്മ വെച്ച, അതുപോലെ ആയിരുന്നില്ല അമ്മ വെച്ച, ഇങ്ങനെ പറയും. അപ്പം അത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചാൽ അവരുടെ അമ്മ നല്ല വെക്കും ഭക്ഷണം, നല്ല അടിപൊളിയായിട്ട് വെക്കുന്ന ആളാണ് കേട്ടോ. പക്ഷേ അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ടാളും. ഒരു വശം തളർന്നിട്ട് അങ്ങനെ കിടപ്പിലായിരുന്നു. ഞാൻ വന്ന സമയത്തേ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു കഴിഞ്ഞു പോയ ഒരു ഇതാണ്. അത് നമ്മൾ പറയല്ല, പക്ഷെ എന്നാലും അതൊരു വിഷമമാണ്. അവരുടെ ഒരു കടപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇപ്പം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവരുണ്ടെങ്കിൽ അങ്ങനെ കാണാമെന്നല്ലാണ്ട് അവരെയും കൊണ്ട് നമ്മൾ നടക്കുക അല്ലെങ്കിൽ നമുക്കൊരു കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ആദ്യമൊക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണേ.